ഇത് നമ്മുടെ ടെറസിൻ്റെ മുകളിലുള്ള ഒരു റോസാ ചെടിയാണ്. ഇത് കുറേ വർഷമായതാണ്. എന്നാലും ഇത് കാശ്മീരി റോസാ കേട്ടോ. ഇതിൽ ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും. ഈ സമയമാകുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ കൊലയായിട്ട് പൂക്കളുണ്ടാവും. നമ്മൾ ഇതിന് കൊടുക്കുന്ന വളം DAP മാത്രമാണ്. പിന്നെ ചാണകം കലക്കി വെച്ചിട്ട് പുളിപ്പിച്ചിട്ട് ഒഴിക്കാറുണ്ട്. അതാണ് ഇതിന് നമ്മൾ കൊടുക്കുന്ന വളം. ഇഷ്ടംപോലെ നമ്മൾ ഇതിപ്പോൾ ഈ പൂവെല്ലാം കഴിയുമ്പോൾ നമ്മൾ വെട്ടിവിടും, വീണ്ടും ഉണ്ടായി വരും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മഞ്ഞ റോസയാണ്. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ മഞ്ഞ റോസ. എൻ്റെ ഫേവറേറ്റ് റോസയാണ് ഇതിൻ്റെ ഇപ്പുറം നിൽക്കുന്ന ഈ മഞ്ഞ റോസയല്ലേ. അത് എൻ്റെ മോൻ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. നല്ല മഞ്ഞ കളറിലെ പൂവാണ്. ഇംഗ്ലീഷ് റോസ എന്നാണ് പറഞ്ഞത് അവർ. ഇംഗ്ലീഷ് റോസ അത്, നാടനല്ല. 2 പൂവുണ്ട് അതിൽ. പിന്നെ നമുക്ക് വേറെ ഇതിൻ്റെ ഇപ്പുറം വന്നിരിക്കുന്ന ഇത് ഓർക്കിഡ് റോസ് എന്ന് പറയും. ഇത് ഈ ചുമലയുടെ കൂടെ നമ്മൾ വെച്ചായിരുന്നു. ഉണങ്ങിപ്പോയിട്ട് വീണ്ടും അത് പൊട്ടിക്കെളുത്ത് വന്ന ഓർക്കിഡ് റോസ് എന്നാണ് അതിൻ്റെ പേര്. അതും നിറച്ച് കൊലകുത്തി ഉണ്ട്. അതിന് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതും ഒരു മഞ്ഞ റോസ, നമ്മുടെ കയ്യിലുള്ള തന്നെ ഒരു മഞ്ഞ റോസയാണ്. പിന്നെ ഇത് നാടനാണ്, ഇത് ദേശീയമാണിത്. മറ്റേ ഇതിൽ പിങ്ക്, ഇത് എപ്പോഴും ഉണ്ടാവും. ഇനി സീസണൊന്നുമില്ല. അങ്ങനത്തെ ഒരു റോസാപ്പൂവാണിത്. ഇതിപ്പോൾ വെട്ടിവിടുന്നതിനനുസരിച്ച് കൊലകുത്തി ഉണ്ടാകുന്നൊരു റോസ ചെടിയായത്. അതിപ്പോൾ നമ്മൾ പുതിയതായിട്ട് മേടിച്ചാൽ ഒരു പ്രാവശ്യം നട്ടിട്ടൊന്നും ഉണ്ടായില്ലായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ജമന്തി, ബ്രൗൺ കളറിൽ, ബ്രൗൺ എന്ന് പറഞ്ഞാൽ വൈൻ റെഡ് പോലത്തെ ഒരു കളറ്. അതെന്ത് കളറാണെന്ന് അറിയാതെ മേടിച്ചുകൊണ്ട് വന്ന മുട്ട ഉണ്ടായിരുന്നു മേടിച്ചപ്പോൾ. അപ്പം വിരിഞ്ഞപ്പോൾ ഈ കളറാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ ടെറസിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിനൊരു സുഖമാണ്. പൂക്കളെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ഇതായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പുറയോട്ട് മാറിക്കഴിയുമ്പോൾ നമ്മുടെ പഴയ ജമന്തി, ഇത് നമ്മുടെ പഴയ ജമന്തി, മറ്റതെല്ലാം വെട്ടിവിട്ടു. ഇത് ലാസ്റ്റായിരുന്നു മുട്ട് പിടിച്ചത്. അതുകൊണ്ട് ഇത് വിരിഞ്ഞിട്ടുണ്ട് ഇപ്പം. മറ്റതെല്ലാം ഞാൻ ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ വെട്ടിവിട്ടു. പിന്നെ നമ്മുടെ ഇതൊരു ഡാലിയ നമ്മൾ മേടിച്ചപ്പോൾ അതിലൊരു ചെറിയ ഒരു പൂ ഇത് വിരിയാറായി നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ 2-3 മുട്ടുണ്ട്.